Okay, bye bye, see you. Bye bye, man. Happy journey, man. Please, പോയിക്കോളൂ. Happy birthday, bro. Bro. ഞാൻ ഇത് ഷർട്ട് കാണിച്ചു. സിംഗം സിംഗം പക്ഷെ അറിയാൻ വയ്യ. പോവട്ടെ ഗോ. Happy birthday to you. എത്ര വയസ്സാകുമ്പോ? 40 വയസ്സാണ്. 35 വയസ്സാണ്. അടി ജാനു ഹാപ്പി ബർത്ത്ഡേ ടു യു. Birthday to you. Happy birthday. അപ്പൊ ബർത്ത്ഡേയും തിരിച്ചു പോകും ഒരേ ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇറങ്ങാനായിട്ട് മീൻസ് 9 മണിയായി. 10 മണിക്ക് അവിടെ കയറണം എയർപോർട്ടിൽ. താടി കൈ വെച്ചോണ്ടിരിക്കണ സ്വന്തമായി എടുത്ത് തരും ആയി വെച്ച്. ഓ നിനക്ക് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ. അയ്യോ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അമ്മ പെട്ടെന്ന് ഇറങ്ങുന്നതിൻ്റെ ഇതിൽ വെപ്രാളത്തിൽ മറന്നു കേട്ടോ ആർക്കാ വായി വെച്ച് കൊടുക്കാളേന്ന്. അപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും പരസ്പരം വെച്ച് കൊടുത്ത് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ജാനൂസ് അവിടെ കാണിക്ക് വെച്ചിട്ട് നമ്മുടെ അമ്പലത്തിൽ അവിടെ പൈസ കൊണ്ടിടാനായിട്ട് പോയിട്ട് വരികയാണ്. അവിടെ പൈസ ഒക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. യൂണിയോടുള്ള യാത്ര പറച്ചിൽ പറയൂ. ഞാൻ പോവാണ് മോനെ. അപ്പോഴും ജീവനോടെ ഉണ്ടാവനെ മുന്നേ എന്ന് പറയും. സൂക്ഷിക്കണേ, ഇത് നശിപ്പിക്കരുത്. ഇങ്ങനെ നശിപ്പിക്കരുത്. ടാറ്റാ ബൈ ബൈ. കേട്ടോ, ഞാൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ടാറ്റ പറഞ്ഞു എന്താ കൈ ടാറ്റ. കൂടുതൽ ലഗേജൊന്നുമില്ല, ഒരു വലിയ പെട്ടിയും ഒരു ബാഗും മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നപ്പം വേറെ ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുപോയില്ല. അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് കാര്യം കൊണ്ട് തിരിച്ചു പോയി അവൻ യാത്ര പറഞ്ഞ് അമ്മയെ കരയിപ്പിച്ചിട്ട് വരികയാണ്. അമ്മയുടെ യാത്ര പറഞ്ഞിട്ട് മുമ്പോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചറിയി പോകുന്നു. ഞങ്ങൾ ആദ്യമേ പ്രതീക്ഷിച്ച അമ്മ കരയും, പക്ഷെ കരയാതൊക്കെ അമ്മ നിൽക്കുകയാണ്. അപ്പോൾ ഈ കൺട്രി ഫെല്ലോ അങ്ങോട്ട് പോയി കരയിച്ച് ബ്ലാഡി ഫുൾ. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു. ഭയങ്കര ബ്ലോക്കായിരിക്കും വിചാരിച്ചു, പക്ഷേ അത്രയ്ക്ക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഓടി ഞങ്ങൾ എത്തി. കറക്റ്റ് 10 മണിക്ക് തന്നെ എത്തി. 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 10 മണിയായപ്പോൾ എയർപോർട്ടിൽ എത്തി കേട്ടോ. 10 മണിക്ക് കയറിയാൽ 1:30 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ അകത്ത് കയറി ചെക്കിങ് കഴിഞ്ഞിട്ട് പോകാൻ നമ്മളോട് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ഇത് യാത്ര കുറച്ച് കിടക്കുകയാണ്. ഞങ്ങൾ വെച്ച് കരയിരിക്കും, പക്ഷെ അവർ കരയില്ല. ഒരു ഭയങ്കര ബോൾഡ് കപ്പിൾസാണ്. കഴിഞ്ഞ ഫസ്റ്റ് ടൈം പോയപ്പോഴും കരഞ്ഞില്ല. ഞാൻ രേവ് കരഞ്ഞാന്ന് കൂടെ ചോദിക്കുന്നതാണ്. അപ്പോൾ പോവുകയാണ് ഗൈസ്. കൺട്രി ഫെല്ലോ അടുത്തിന് 1 വർഷം കഴിഞ്ഞ് കാണാം. അളിയനൊക്കെ ഷാക്കാൻ്റെ കൊടുത്തിട്ട് കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ലുലുവിലൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ തിരിച്ചിടാൻ പ്ലാനിങ് ആണ്. അപ്പോൾ ധ്യാനം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെയാണ്. അതുകൊണ്ട് അതിന് മാൻ പോകുന്നതിനെ പറ്റി വലിയ വിഷമം പറച്ചിലൊന്നും ഇല്ലായിരുന്നു. കാരണം ലുലു കയറാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലായിരുന്നു അവൻ. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെളിയിൽ. പിന്നെ ഞങ്ങൾ ഇച്ചിരി അടുത്തതിനുണ്ടല്ലോ ലുലു. കാരണം 10:30 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ. ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടേ ഉള്ളൂ ആ സമയത്ത്. അന്നേരം ഓണോ അവധിയും കൂടെ ഒക്കെ അല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഓക്കെ പോയി. ഇവിടെ അടുത്തതിനുണ്ടല്ലോ നീ ഉണ്ടെങ്കിൽ വിളിക്കുന്നു പറഞ്ഞിട്ട് പോയി. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിടണം. അങ്ങനെ ഞാനും ഫുള്ള് ഓണായി നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലോ, അവധിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി ഇതിനായിട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവനെ കൊണ്ട് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ അധികം കയറി ഫുഡൊക്കെ അടിച്ചിട്ട് അവൻ്റെ പ്ലേ ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സംഭവം ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യം വരുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ കയറാനായിട്ടൊരു നല്ലൊരു ഐറ്റം തന്നെയാണത്. അങ്ങനെ ഞാനത് കയറി അതിനകത്തൊന്ന് അതിൽ അവൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഫുള്ള് ലുലു മൊത്തത്തിലൊന്ന് കാണാൻ പറ്റുന്നത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സംഭവം വന്നതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അതൊരു ഏകദേശം ഒരു 10 റൗണ്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കൊടുക്കുന്ന പൈസയ്ക്ക് വർത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൻ്റെ കുറച്ച് പ്ലേ ഗ്രൗണ്ട് ഏരിയയിലോട്ട് എൻ്റെ അച്ഛനും മോനും കൂടെ ആയിട്ട് കുറച്ച് ബൈക്ക് ട്രിപ്പ്, അങ്ങനെ കുറച്ച് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു. അവർ മാമി മോനോട് കയറിയത് അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിൽപ്പില്ല. ആ ധ്യാനമാണ് ചവിട്ടുന്നത്, അതാണ് വണ്ടി അനങ്ങാത്തത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ബൈ ബൈ പറയുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചു പോവുകയാണെന്നുള്ള വൈൻഡപ്പ് ഞാൻ പറയുകയാണ് ഗൈസ്.